2 വിദേശ താരങ്ങളാണ് ഇപ്പോൾ ടീമിലുള്ളത്. ഇനിയിപ്പോൾ എത്ര പേര് വരും അല്ലെങ്കിൽ എന്ത് സൈനിങ് നടത്തും എന്നൊന്നും അറിയില്ല. നമുക്ക് സത്യം പറയാലോ ഒരു ഐഡിയ ഇല്ല. ഇപ്പൊ ഈ ഫാൻ അഡ്വൈസറി ബോർഡ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു സംഭവമൊക്കെ രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ ആ ഒരു സൈഡിലൂടെ മീറ്റിങ്ങുകളൊക്കെ നടക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സെല്ലിങ്ങും ബൈയിങ്ങും അല്ലെ പുതിയ പ്ലാൻസും കാര്യങ്ങളൊക്കെ ഫാൻ അഡ്വൈസറി ബോർഡുമായിട്ട് എന്തെങ്കിലും ചർച്ചകൾ നടത്തിയിട്ടുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് അറിയില്ല. ഇതേപ്പറ്റിയൊന്നും ഒരു ഐഡിയയും ഇല്ല. അല്ലെങ്കിൽ ഇപ്പോൾ ഡേവിഡ് കാർലയുടെ പുതിയ പ്ലാൻസ് എന്താണ്, അസറും ഐമനും ഇല്ലാത്ത പുള്ളിയുടെ പ്ലാൻസ് എന്താണ്, ഒന്നിനെ പറ്റി നമുക്ക് യാതൊരു ധാരണയുമില്ല. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ആസ് എ ബ്ലാസ്റ്റേഴ്സ് ഫാൻ എന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞതാണ്, ലോയലായി ഇരിക്കുക. ഇത് ക്ലബ് ഫുട്ബോളാണ്. പ്ലേയേഴ്സ് വരും പോകും, മാനേജേഴ്സ് വരും പോകും, അങ്ങനെ പലതും. ചിലപ്പോൾ ഓണേഴ്സ് വരെ വരും പോകും. പക്ഷെ ക്ലബ് എന്ന് നമ്മുടേതാണ്, ആ ബാഡ്ജ് എന്ന് നമ്മുടേതാണ്. സോ നമ്മൾ ലോയലായി തന്നെ ഇരിക്കുക. ക്ലബിന് എന്ത് സംഭവിച്ചാലും ക്ലബിനൊപ്പം നിൽക്കുക, ക്ലബിന് വേണ്ടി ചാൻറ്റ് ചെയ്യുക, സ്റ്റേഡിയത്തിൽ വന്ന് കളി കാണുക. പിന്നെ AFFനെതിരെയുള്ള പ്രതിഷേധം നമ്മൾ നമ്മുടെ സ്റ്റാൻഡുകളിൽ നമ്മൾ കാണിക്കുക എന്നുള്ളതാണ് നമുക്ക് ഈ വർഷം എന്തായാലും ചെയ്യാൻ പറ്റുന്ന ഏക കാര്യം എന്നുള്ളതാണ്. കൊച്ചിയിലല്ല കോഴിക്കോടാണെങ്കിലും വന്ന് കാണുക എന്നുള്ളതാണ്. സ്റ്റേഡിയത്തിൽ തന്നെ എത്തുക, കളി കാണുക, നമ്മുടെ പ്രതിഷേധങ്ങൾ അവിടെ അറിയിക്കുക. പിന്നെ മാക്സിമം കഴിഞ്ഞ തവണ പോലും ഞാൻ പലതവണ പറഞ്ഞതാണ്, സ്റ്റേഡിയത്തിൽ കളി നടക്കുമ്പോഴുള്ള ടീമിനെതിരെയോ അല്ലെങ്കിൽ മാനേജ്മെന്റിനെതിരെയുള്ള പ്രതിഷേധങ്ങൾ നമ്മൾ മാക്സിമം ഒഴിവാക്കുന്നതാണ് ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നത്. അത് നമുക്ക് ഓൺലൈനിലൂടെയും അല്ലാതെയും ഒക്കെ നമുക്ക് പ്രതിഷേധങ്ങൾ നടത്താം. ടീമിനെ ഡീമോട്ടിവേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ പ്ലെയേഴ്സിനെ ഡീമോട്ടിവേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള യാതൊരു പ്രതിഷേധങ്ങൾക്കും പോവാതെ ഇരിക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഏറ്റവും നല്ലത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. സോ ഫാൻസ് വിങ്ങുകൾ അതുകൂടി ഒന്ന് ശ്രദ്ധിക്കുക. എന്നിട്ട് ടീമിനെ മാക്സിമം മോട്ടിവേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. നമുക്കറിയാം ചെറിയ സ്കോഡാണ്, എന്നാലും ബെറ്ററായി കളിക്കുക. അപ്പോൾ എന്തായാലും ഒരു സീസൺ വരികയാണ്. ഒരു തട്ടിക്കൂട്ട് സീസൺ ആണെങ്കിലും നമ്മൾ ആഗ്രഹിച്ചതുപോലെ സീസൺ തുടങ്ങാൻ പോകുന്നു. അപ്പോൾ ടീമിനെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക എന്നും താങ്ക് യു.